guys, welcome to yet another episode of AJ Vlogs from the city of Rocky Mountains. അപ്പോൾ നിങ്ങളെല്ലാവരും ലാസ്റ്റ് വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ബാൻഫിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാൻഫിലത്തെ വിശേഷങ്ങളുമായിട്ടായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുമാതിരി വാട്സപ്പിൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടുവാണെങ്കിൽ ആ ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ഡയറക്റ്റ് പോവാണ്. അപ്പോൾ അതിൽ ആ റൈറ്റ് കോർണറിൽ കാണുന്ന വീഡിയോന് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ കാൽഗരിയിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവ് എടുത്തിട്ട് നമ്മൾ ബാൻഫ് ഡൗൺ ടൗണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എഡ്മണ്ടനിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഒരു 4 hours ഡ്രൈവ് ഉണ്ട്. ഈ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലത്തെ ദ ഓൾഡസ്റ്റ് നാഷണൽ പാർക്കിലത്തെ റിസോർട്ട് ടൗൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഈ ബാൻഫ് ഡൗൺ ടൗൺ അവന്യൂ കാണാനായിട്ടാണ്. അതിന് ആ പോകുന്ന വഴിക്ക് ഇതേമാതിരി ബാൻഫ് എന്ന് എഴുതിയ ഒരു വലിയൊരു സൈനൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അത് വളരെ നീണ്ട ക്യൂവും പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ബാൻഫ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ടോപ്പ് ക്ലാസ് ബ്രാൻഡ് ഷോപ്സ് ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, പിന്നെ ആർട്ട് ഗാലറി, മ്യൂസിയം. ഇതൊരു സ്മോൾ ടൗൺ ആണ്, പക്ഷേ എല്ലായിടത്തേക്കും ബൈ വാക്ക് ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും ഈവൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഈസി ആക്സസ് ആണ്. നമ്മൾ ചുറ്റും നോക്കിയാലും 4 വശത്ത് കൂടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഈ മലകളാണ്. അപ്പോൾ അത് വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം. എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് ഈ ഡൗൺ ടൗൺ. അങ്ങനെ ഡൗൺ ടൗണിൽ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മൾ ലേക്ക് ലൂയിസ് കീ റിസോർട്ടിലേക്കാണ്. ബാൻഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫേമസ് ഫോർ ഇറ്റ്സ് ലേക്ക്. ഇവിടെ എവിടെ നോക്കിയാലും കുറേ ഭംഗിയുള്ള ലേക്സാണ്. അപ്പോൾ നമ്മളും ഇന്ന് 2 അതുമാതിരിയിലത്തെ മെയിൻ ലേക്സുകൾ കാണാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ആ ലേക്സിലേക്കൊക്കെ പോകാനായിട്ട് നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളൊക്കെ കൊണ്ടുവന്ന ആക്സസിബിൾ ആണ്. പക്ഷേ ഇതേമാതിരി സമ്മർ പീക്ക് ടൈമിലൊക്കെ പെട്ടെന്ന് പാർക്കിംഗ് സ്ലോട്ട്സുകൾ ഫുള്ളാവും. അപ്പോൾ എപ്പോഴും കൺവീനിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി ഷട്ടിൽ സർവീസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കാനഡയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, അതായത് പാർക്സ് കാനഡ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി കുറേ ഷട്ടിൽ സർവീസ് പാസുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഡേ പാസ്സാണ് എടുത്തത്. അതായത് നമുക്ക് ആ 24 hours നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പെർ ഹെഡ് അതൊരു $11 വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2 മെയിൻ ലേക്സിലേക്കുള്ള ആക്സസ് നമുക്ക് അവൈലബിളും ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് പല ടൈം സ്ലോട്ട്സുകൾ ഉണ്ടാവും ഡിഫറെൻറ്റ് ഡേറ്റ്സിന്. അപ്പോൾ നമ്മളെ കൺവീനിയൻ്റ് അനുസരിച്ച് അത് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ലേക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലേക്കിലെത്തിയേക്കാണ് ദി ലേക്ക് ലൂയിസ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വ്യൂ ആണിതെന്ന്. ഞാൻ കൂടുതൽ പറഞ്ഞത് കൊളാക്കുന്നില്ല. ഇതിൻ്റെ ടർക്കോയ്സ് വാട്ടറും പിന്നെ ഹൈ പീക്സ് മൗണ്ടെയ്ൻസ് ആണ് ഇതിൻ്റെ അട്രാക്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഓരോ പീക്സിനും ഓരോ നെയിം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ലേക്സിന് ചുറ്റും പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ മൗണ്ടെയ്ൻസിലൊക്കെ നമുക്ക് ഹൈക്കിങ്ങിന് പോവാം, ഹൈക്കിങ്ങിന് താല്പര്യമുള്ളവർ. പിന്നെ ഇതേമാതിരി പാഡ്ലിങ്, കയാക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഈ ലേക്കിന് ചുറ്റും നടക്കുന്നുണ്ട്. കയാക്കിങ്ങിനൊക്കെ ഓൾറെഡി നമ്മൾ ഈ പീക്ക് സീസണും കൂടി ആയതുകൊണ്ട് മുന്നേ തന്നെ നമുക്ക് ബുക്ക് ചെയ്യണം. ഈ കാണുന്ന ഈ മൗണ്ടെയ്ൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ റോക്കി മൗണ്ടെയ്ൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കനേഡിയൻ റോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഒരെണ്ണമാണ്. ഈ ലേക്ക് ലൂയിസിൻ്റെ ഈസ്റ്റേൺ ഷോറിലാണ് ദ ഫേമസ് ലക്ഷറി 5-star റിസോർട്ട് ഫെയർമോണ്ട് ലേക്ക് ലൂയിസ് റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1882 കനേഡിയൻ പസഫിക് റെയിൽവേ ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അതൊരു സിംഗിൾ സ്റ്റോറി 50 വിസിറ്റർ അക്കോമഡേറ്റിംഗ് റിസോർട്ടാണെങ്കിൽ ഇന്ന്
500+ റൂംസ് ഉള്ള ഒരു ലക്ഷറി റിസോർട്ടാണ്. ഇത്രയും വലിയ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഗൈഡ്സ് പാൻട്രി എന്ന് പറഞ്ഞ ഒരു പാൻട്രി ഷോപ്പുണ്ട്. അത് എല്ലാ വിസിറ്റേഴ്സിനും ഓപ്പൺ ആണ്. നമ്മൾ അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റും കോഫിയോ പിന്നെ കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കി, മഫിൻ, പിന്നെ പേസ്ട്രീസ്, അപ്പോൾ നമ്മളതിൽ എന്തൊക്കെയോ വാങ്ങിച്ച് ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റി, മീൻസ് റിസോർട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലേക്കിൻ്റെ അവിടേക്ക് വന്നു. ഈ ബാൻഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1883 കനേഡിയൻ പസഫിക് റെയിൽവേ വർക്കേഴ്സാണ് ഇവിടുത്തെ ഒരു മൗണ്ടെയിൻ, അതായത് സ്പെസിഫൈ പറഞ്ഞ ഒരു സൾഫർ മൗണ്ടെയിനടുത്ത് ഹോട്ട് സ്പ്രിങ്സ് ഇവർ കണ്ടുപിടിക്കലും പിന്നെ ഈ ബാൻഫിനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു. ഈ ലേക്ക് ലൂയിസ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ലോങ്ങും ഒരു 80 ഹെക്ടർ ഏരിയയും ഉള്ളതാണ്. അങ്ങനെ ആ ലേക്ക് ലൂയിസ് കണ്ടു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലേക്കിലേക്ക് പോവാൻ ഈ പാർക്സ് കാനഡയുടെ തന്നെ ഷട്ടിൽ സർവീസ് ബസ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബസ്സിൽ കയറി ഓൾമോസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ലേക്ക് ലൂയിസിന് അടുത്ത ലേക്കിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ബസ് കയറി ഇപ്പോൾ നെക്സ്റ്റ് ലേക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന ലേക്കിലേക്ക് നമ്മളെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല. അതായത് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അവിടെ കൺസ്ട്രക്ഷൻ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഇതേമാതിരി ഒന്നെങ്കിൽ കനേഡിയൻ ഈ ഞാൻ പറഞ്ഞ പാർക്സ് കാനഡയുടെ ഷട്ടിൽ സർവീസ് ആക്സസ് എടുക്കണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏതെങ്കിലും ഷട്ടിൽ സർവീസ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ലേക്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് മൊറൈൻ ലേക്ക്. ഇത് ഓൾമോസ്റ്റ് ലേക്ക് ലൂയിസിൻ്റെ പോലെ തന്നെ സെയിം വാട്ടറും പിന്നെ മൗണ്ടെയിൻസ് ഒക്കെ തന്നെയാണ്. അത്യാവശ്യം തിരക്ക് കുറവാണ് ലേക്ക് ലൂയിസിനെ വെച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് ഈ പ്രൈവറ്റ് വെഹിക്കിൾ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷട്ടിൽ സർവീസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമുക്കിങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഈ മൊറൈൻ ലേക്ക് നമ്മൾ ലാസ്റ്റ് കണ്ട ലേക്കിനെ പോലെ ഭയങ്കര വൈഡ് സ്പ്രെഡായി കിടക്കാത്തൊരു വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ലേക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഒരു 50 ഹെക്ടർ ഏരിയയും പിന്നെ ഇതിൻ്റെ പീക്സ് ആണെങ്കിൽ ഒരു 6000 ഫീറ്റ് എലിവേഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ലേക്കാണ് ഇതും. ലൂയിസ് ലേക്കിൽ കണ്ട പോലെ തന്നെ കയാക്കിംഗ് സർവീസുകൾ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു ഗിഫ്റ്റ് ഷോപ്പിലാണ്. എവിടെ പോയാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ പോകുമ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ഫ്രിഡ്ജ് മാഗ്നറ്റ് ആ സ്ഥലത്തെക്കുറിച്ചുണ്ടെങ്കിൽ നമ്മളത് എടുക്കാറുണ്ട്. അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ബാൻഫിൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ച് ഇറങ്ങി. അതിന് തൊട്ടടുത്ത് നമുക്ക് ഒരു റോക്ക് പൈൽ ട്രെയിൽ ഉണ്ടായിരുന്നു. ഇത് ഒരു 300 മീറ്റർ ലോങ്ങും പിന്നെ 24 മീറ്റർ എലിവേഷൻ വരുന്ന ഒരു ചെറിയൊരു ട്രെയിലാണ്. അപ്പോൾ എല്ലാവരും ആ ട്രെയിലിൽ കൂടെ കയറി ഈ മൊറൈൻ ലേക്കിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണാനാണ് ഈ ട്രെയിലിൽ കൂടെ പോകുന്നത്. ഇതൊരു ചെറിയ ട്രെയിലാണെങ്കിൽ പോലും ഇത് മൊത്തം സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ചിലർക്ക് ഇത് ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷെ ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് മുകളിലെത്താവുന്നതാണ് ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ചെറിയൊരു ഹൈക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ മൊറൈൻ ലേക്കിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിലെത്തി. ഈ വ്യൂ പോയിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ ബ്യൂട്ടി മെയിൻ ആണ്. പക്ഷെ അത് കൂടാണ്ട് ഈ മൊറൈൻ ലേക്ക്
വിത്ത് 10 മൗണ്ടെയിൻ പീക്സ്. ഈ ഒരു വ്യൂ ആണ് 1969 തൊട്ട് 1979 വരെ കനേഡിയൻ ഗവൺമെൻറ് ഇവിടെ ഇറക്കിയ $20 നോട്ട്സിലുള്ള പിക്ചർ. അതുകൊണ്ട് തന്നെ ഈ വ്യൂ പോയിൻറ്റിന് ഇവിടെ എല്ലാവരും പറയുന്നത് $20 വ്യൂ പോയിൻ്റ് എന്നാണ്. ഈ മൊറൈൻ ലേക്കിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ വാട്ടേഴ്സാണ്. ഈ ബ്ലൂ വാട്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടെയിൻ പീക്സിലുള്ള ഗ്ലേഷ്യേഴ്സ്, അതായത് ആ മഞ്ഞ് കട്ടകൾ അലിഞ്ഞ് വരുമ്പോൾ ഈ മൗണ്ടെയിൻസിൻ്റെ റോക്ക് പാർട്ടിക്കിൾസ്, മെയിൻലി ഈ മൗണ്ടെയിൻസിലുള്ളത് ലൈംസ്റ്റോൺ കണ്ടൻ്റാണ്. അപ്പോൾ ഈ ഗ്ലേഷ്യേഴ്സ് മെൽറ്റായി വരുമ്പോൾ ഈ ലൈംസ്റ്റോൺ പാർട്ടിക്കിൾസും കൂടി വാട്ടറിലെത്തി ഈ വാട്ടറിൽ അപ്പോൾ ലൈംസ്റ്റോൺ പാർട്ടിക്കിൾസിൻ്റെ ലൈറ്റ് റിഫ്ലക്ഷൻ കൊണ്ടാണ് ഈ ബ്ലൂ കളർ ഈ ലേക്സിലൊക്കെ നമുക്ക് കാണുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതാട്ടോ അവിടുത്തെ ശരിക്കുള്ള റിയാലിറ്റി. നല്ല ഫ്രെയിം കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷട്ടിൽ സർവീസിൽ തന്നെ കയറി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഞങ്ങൾ വണ്ടി കയറി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നില്ല, നല്ല ഇടിമിന്നലുള്ള കാലാവസ്ഥയായിരുന്നു തിരിച്ച് റിട്ടേൺ ഞങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഔട്ട് ഫ്രം AJ Vlogs. താങ്ക് യു.